ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ കാഴ്ചകൾ ഉള്ളിടത്തേക്ക് ചെന്നെത്തുന്നവരല്ല സഞ്ചാരികൾ, കാഴ്ചകളെ തേടി പോകുന്നവരാണ് സഞ്ചാരികൾ. അപ്പം നമ്മൾ യാത്രകളിൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കാഴ്ചകളെ തേടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലുള്ള യാത്രയിലാണ്. ചെന്നൈയിൽ നമ്മൾ പോയിട്ടുള്ള മടക്ക യാത്രയാണ്. അപ്പം മടക്ക യാത്രയിൽ നമുക്ക് വലിയൊരു റോഡ് കിട്ടി കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഭാഗമായിട്ടുള്ള റോഡാണിത്. അപ്പോൾ ആ റോഡിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സഞ്ചാരത്തിനിടയിൽ ഒരു പ്രത്യേകതരം കാഴ്ച കണ്ടു. ആ കാഴ്ച എന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു സ്പോട്ടോ അല്ലെങ്കിൽ വലിയൊരു പ്ലേസോ കാര്യങ്ങളോ ഒന്നും അല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷേ വഴിയരികിലെ കാഴ്ചകളെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു നല്ല കാഴ്ച തന്നെയാണ്. ഞങ്ങളുടെ യാത്രകൾ കണ്ടിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എങ്ങനെ ഇത്രയും ദൂരം ബൈക്കിൽ സഞ്ചരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം. പക്ഷേ ഞങ്ങൾ ഒരിക്കലും റാഷ് ഡ്രൈവിങ് ചെയ്യാറില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലങ്ങളിൽ ചിലപ്പോൾ 14 മണിക്കൂറോ 16 മണിക്കൂറോ ഒക്കെ ചിലപ്പോൾ എടുക്കും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ. കാരണം വഴിയരികിലെ ഓരോ കാഴ്ചകളും കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ തൊട്ടറിഞ്ഞ് തന്നെയാണ് നമ്മുടെ ഓരോ യാത്രകളും ചെയ്യുന്നത്. അങ്ങനെയുള്ള യാത്രക്കിടയിൽ വന്നെത്തിപ്പെട്ട ഒരു സ്പോട്ടിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഗ്രീൻഫീൽഡ് ഹൈവേ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആക്ച്വലി നമുക്ക് ഒരുപാട് കടകളൊന്നും കിട്ടിയില്ല, വളരെ കുറച്ച് കടകൾ മാത്രമാണ് കിട്ടിയത്. അപ്പം അതിന് പറ്റിയൊരു സ്പോട്ടായിട്ടുള്ള ഒരു കട കിട്ടിയപ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, നല്ല ചൂടാണ് കേട്ടോ, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊരു കടയും കിട്ടി. അതിനോടൊപ്പം മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും കിട്ടി എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും പാടം, 4 സൈഡിലും പാടം എന്ന് തന്നെ പറയാം. 2 സൈഡിലല്ല, 4 സൈഡിലും പാടമൊക്കെ ആയിട്ട് നടുക്കൊരു കുഞ്ഞമ്പലവും ഉള്ള ഒരു മനോഹരമായിട്ടുള്ള തമിഴ്നാടിൻ്റെ ഭംഗി കാണിച്ചു തരുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇവിടെ എന്താണ് പ്രത്യേകതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റിനും പാടങ്ങളാണ്. അവിടെ കുറേ ആൾക്കാർ പണിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പണിയെടുക്കുന്നതിൻ്റെ നടുക്കായിട്ട് തിട്ട പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആ തിട്ട പോലത്തെ സംഭവത്തിലൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ ഭംഗി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ അമ്പലത്തിലേക്കാണ് നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അവരിങ്ങനെ പ്രതിമകളൊക്കെ, ഒരുപാട് പ്രതിമകൾ, സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കി വെച്ച് നല്ല ഭംഗിയിൽ അമ്പലങ്ങൾ ചെയ്യുമെന്നുള്ളത് അതിൻ്റെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പം ഇവരുടെ ഒരു കലാചാരം മീൻസ് ഇവരുടെ ഒരു ആചാരം വളരെ വ്യത്യസ്തമാണ്. നമ്മളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആചാര രീതിയാണ്. മോസ്റ്റ്ലി ഇവിടെയുള്ള പാടങ്ങളും ഇതെല്ലാം അമ്പലങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ക്ഷേത്രങ്ങളുടെ വിശ്വാസങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കറുപ്പുസ്വാമിയാണ് മെയിനായിട്ട് എല്ലാ സ്ഥലത്തും വരുന്ന പാടങ്ങളിലൊക്കെ വരുന്ന ഒരു ദൈവം. ഓക്കെ, അപ്പം കറുപ്പുസ്വാമിക്കാണ് ഏറ്റവും കൂടുതൽ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾക്കിടയിൽ ചെറിയ ചെറിയ പൂക്കളെ പോലും നമ്മൾ വളരെയധികം ആസ്വദിച്ച് തന്നെയാണ് മുന്നോട്ട് യാത്ര ചെയ്യുന്നതെന്നുള്ളത്. ഒരുപക്ഷെ ഇതിൻ്റെ നേരിട്ടുള്ള കാഴ്ചയുടെ ഭംഗി നമുക്ക് വീഡിയോയിൽ ഒരിക്കലും കാണിച്ചു തരാൻ പറ്റത്തില്ല. നേരിട്ട് അനുഭവിച്ചറിയേണ്ട കാര്യങ്ങൾ നേരിട്ട് തന്നെ അനുഭവിച്ചറിയണം. അപ്പോൾ ഇത് അധികം പോപ്പുലർ അല്ലാത്തൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലൊക്കേഷൻ ടാഗ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഇട്ടേക്കാം. നിങ്ങൾ ആ വഴിക്ക് പോവുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റിലും നമ്മുടെ ഊർജ്ജം. അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക.